concept and its concept. Cost refers to the actual or estimated expenditure incurred on a given thing. ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് അതിനെ പലതായിട്ട് തിരിക്കപ്പെടും. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഈ ഇൻഡയറക്റ്റ് അതിലെ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മെറ്റീരിയൽ, ലേബർ, ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇങ്ങനെ നമ്മൾ കോസ്റ്റിന്റെ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുമ്പോൾ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ പല സ്റ്റേജസ് ആയി മാറ്റാൻ പറ്റും. അതായത് കോസ്റ്റ് റെഫേഴ്സ് ടു ദി ആക്ച്വൽ ഓർ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ ഇൻഗേഡ് ഓൺ എ ഗിവൺ തിങ് ഐദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓർ റിലേറ്റഡ് ടു ജോബ്. അപ്പൊ അത് ഒരു ജോബിലേക്ക് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അതിനകത്തുള്ള എക്സ്പെൻസ് വരാം. അപ്പൊ ഒരു കോസ്റ്റ് ഇൻക്ലൂഡ് ദ മെറ്റീരിയൽ, ലേബർ, ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇങ്ങനെ പല സ്റ്റേജുകളായിട്ട് ഈ കോസ്റ്റിനെ പല സ്റ്റേജുകളായിട്ട് തിരിക്കാൻ പറ്റും. And classification of costs. Costs are classified based on a functions. Identifically with a job or product or services. Variability with output, changes and association with the product or period, controllability and relevance to the decision making. അതായത് ഒരു ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്പെൻസിനെ നമുക്ക് പലതായിട്ട് തിരിക്കാൻ പറ്റും, പല സ്റ്റേജസുകളായി തിരിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് മെറ്റീരിയൽ വരാം, ലേബർ വരാം, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വരാം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഇങ്ങനെ പല സ്റ്റേജുകളായിട്ട് തിരിക്കാൻ പറ്റുന്നു. ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് cost in the manufacturing establishments are typically classified into 4 categories: manufacturing cost, administrative cost, selling cost and distribution cost. ഇങ്ങനെ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് മാനുഫാക്ചറിങ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഇതിലെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് the manufacturing costs are all expense incurred during the production. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത് മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഫാക്ടറി ഓവർഹെഡ് ഫ്രം മെറ്റീരിയൽ അക്വിസിഷൻ ടു പ്രൈമറി പ്രൊഡക്റ്റ്. അതായത് ഈ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ചെലവില് മെറ്റീരിയൽ പെടും, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഫാക്ടറിയിൽ വരുന്ന മറ്റുള്ള ചെലവുകൾ, ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ള എക്സ്പെൻസിനെയാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയും. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഈസ് general administration and operational control expense, including staff salaries, office building rent, depreciation, furniture and repairs, and include expenditure not directly related to production. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് നേരിട്ടുള്ള ബന്ധമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് നേരിട്ടുള്ള ബന്ധമില്ല. ഇതിനകത്ത് സ്റ്റാഫിന്റെ ഓഫീസിൽ വരുന്നതായ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെലവുകളാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ സ്റ്റാഫ് സാലറീസ് വരാം, ഓഫീസ് ബിൽഡിംഗ് റെന്റ് വരും, ഡിപ്രീസിയേഷൻ വരും, ഫർണിച്ചർ വരും, ഫർണിച്ചറിന്റെ റിപ്പയർസ് ഉണ്ടെങ്കിൽ അത്. അപ്പോൾ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസ് എല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ സെല്ലിംഗ് കോസ്റ്റ്.
Selling cost refers to the expense incurred during the sale of goods. During the sale of goods, such as warehousing, advertising, and salesmen and salaries. ഈ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് refers to the expense incurred during the sale of goods. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ ഓഫീസിലെ മറ്റുള്ള ചെലവുകളും, അത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അത് കഴിഞ്ഞിട്ട് ഈ ഗുഡ്സ് വിൽക്കുന്നതിന് വേണ്ടി വെക്കും. ഈ വിൽക്കാൻ വേണ്ടി അതിന്റെ ശരിക്കുള്ള ചിലപ്പോൾ ചില ഗുഡ്സുകളെ പാക്ക് ചെയ്ത് വെക്കേണ്ടി വരും. ചില ഗുഡ്സുകളെല്ലാം അതിന്റെ വിൽപ്പനയ്ക്കനുസരിച്ച് അത് വേണ്ട രീതിയിൽ അതിന്റെ ലേബലൊക്കെ ഒട്ടിച്ച് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള എക്സ്പെൻസ് എല്ലാം, അതായത് ഓഫ് മാനുഫാക്ചറിങ് എക്സ്പെൻസും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും കഴിഞ്ഞിട്ടുള്ള വീണ്ടും വരുന്ന ചെലവ്, വിൽക്കാൻ വേണ്ടി വീണ്ടും വരുന്ന ചെലവിനെയാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് സെയിൽസ്മാന്റെ സാലറി വിടും, അവരുടെ കമ്മീഷൻ വിടും, അഡ്വർടൈസിങ് വരും, അതുപോലെ തന്നെ വെയർ ഹൗസിംഗ് വരും. ഇതെല്ലാം ഈ സെല്ലിംഗ് എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഇനി ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഇത് പല സ്ഥലങ്ങളിലേക്കും ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സുകൾ പല സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. Distribution cost includes expense like packing and carriage, insurance, and freight outwards, which are incurred during the dispatch of finished product to the customers. ഈ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് പാക്ക് ചെയ്ത് അത് ക്യാരേജ് അത് കൊണ്ടുപോകണം, അതിന് മേലുള്ള ഇൻഷുറൻസ് നടത്തണം, അതിന്റെ ഫ്രൈറ്റ് ഔട്ട്വേഴ്സ് എന്ന് വെച്ചാൽ ഗുഡ്സ് അതിന് ഡ്യൂട്ടി അടിക്കണം. ഇങ്ങനെ ഡെസ്പാച്ച് ചെയ്യുന്നതിനുള്ള ചെലവുകൾ, ഇങ്ങനെ കൺസ്യൂമറുടെ കയ്യിൽ എത്തുമ്പോൾ ഉള്ള ചെലവുകളെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റിനെ നമുക്ക്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സുകളെ പല സ്റ്റേജസുകളായി തിരിക്കാം, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യപ്പെടാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് മെയിൻ ആയിട്ട് മാനുഫാക്ചറിങ് കോസ്റ്റ്, സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, നെക്സ്റ്റ് സെല്ലിംഗ് കോസ്റ്റ്, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഇങ്ങനെ 4 ആയിട്ട് അവയെ തിരിക്കും. ഇനി ഐഡന്റിഫിയബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ്, നമുക്ക് ആ കോസ്റ്റിനെ എങ്ങനെ തിരിച്ചറിയാം? ഓൺ ദ ബേസിസ് ഓഫ് ഐഡന്റിഫൈ, അതായത് ഫസ്റ്റ് വൺ ഈസ് എ ഡയറക്റ്റ് കോസ്റ്റ്. ദി കോസ്റ്റ് ആർ ഡിവൈഡ് ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. നമ്മൾ ഈ കോസ്റ്റിനെ ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും 2 ആയി തരംതിരിക്കാം. ഈ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു എ പ്രൊഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്, വൈൽ ഇൻഡയറക്റ്റ് കോസ്റ്റ്, അതായത് ഈ കോസ്റ്റ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. അതായത് പ്രൊഡക്റ്റിന്റെ മെറ്റീരിയൽ വിടാം, അതിന്റെ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഡയറക്റ്റ് ഉള്ള എക്സ്പെൻസ് വരാം. ഇതെല്ലാം ഈ നേരിട്ടുള്ള എക്സ്പെൻസിനെ ഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റെന്റ്. ഒരു ഫാക്ടറിയിലാണ്, അവിടെ റെന്റ് വരും, അതിന്റെ ഇങ്ങനെ പല രീതിയിലും അത് അലോക്കേറ്റ് ചെയ്യുന്ന പല എക്സ്പെൻസും, റെന്റ് വരാം, ഇൻഷുറൻസ്, അങ്ങനെയുള്ള ചെലവുകളെല്ലാം ഈ പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ല. അങ്ങനെ പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പോ അതിവിടെ ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പൊ ഫസ്റ്റ് ഡയറക്റ്റ് കോസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് നേരിട്ട് വരുന്ന ചെലവുകളെയാണ് ഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ കോസ്റ്റ് നേരിട്ടുള്ള ചെലവല്ല, അത് പിന്നീട് വരുന്ന ചെലവുകൾ. അത് ഫാക്ടറിക്കുള്ളില് വീണ്ടും അത് പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ലാതെ ഫാക്ടറി റെന്റ് വരാം, അതിന്റെ പ്രൊഡക്ഷൻ മാനേജർക്ക് സാലറി, വേജസ്, ഇങ്ങനെ വരുന്ന ചെലവുകളെല്ലാം നമ്മൾ, അത് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒക്കെ ഇൻഡയറക്റ്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഇതെല്ലാം ഇൻഡയറക്റ്റ് ആണ്. അപ്പൊ ഈ കോസ്റ്റിനെ നമുക്ക് മെയിൻ ആയിട്ട് 2 ആയി തിരിക്കാം. ഫസ്റ്റ് ഡയറക്റ്റ് എന്നും സെക്കൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്
പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതിനെ ഡയറക്റ്റ് കോസ്റ്റ് എന്നും പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസിനെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയും. ഇനി ചില എക്സ്പെൻസുകളെ സമയത്തോളം അത് ഫിക്സഡ് ആയിരിക്കും. അപ്പോ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. അതായത് ഫിക്സഡ് കോസ്റ്റ് ആർ കോസ്റ്റ് അൺഅഫക്റ്റഡ് ബൈ ദ ചേഞ്ചസ് ഓർ ഔട്ട്പുട്ട് റോളി. ഈ ഫിക്സഡ് കോസ്റ്റ് ഉദ്ദേശിക്കുന്നത് അത് പ്രൊഡക്ഷൻ എന്തുമാത്രം കൂടിയാലും അവിടെ കോസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് റെന്റ് എടുക്കുക. ഈ ബിൽഡിംഗ് റെന്റ് അവിടെ ബിൽഡിംഗിനുള്ളിൽ എന്തുമാത്രം പ്രൊഡക്ഷൻ ഉണ്ടായ ബിൽഡിംഗ് റെന്റ് സെയിം തന്നെ കൊടുക്കാം, അതിന് മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പോ ഇങ്ങനെ ഒരു ചെലവിനെ സമയത്തോളം അല്ലെങ്കിൽ എന്റെ കോസ്റ്റിനെ സമയത്തോളം യാതൊരുവിധ മാറ്റമില്ലാതെ ഫിക്സഡ് ആയിട്ടിരിക്കും. ഇപ്പൊ ഇൻഷുറൻസും ഫിക്സഡ് കോസ്റ്റാണ്, ഫാക്ടറി റെന്റ് ഒരു ഫിക്സഡ് കോസ്റ്റാണ്. അതുപോലെ തന്നെ അതിന്റെ മറ്റുള്ള ചില എക്സ്പെൻസുകളെ സമയത്തോളം അവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് ചിലപ്പോൾ ചേഞ്ച് വരുന്നില്ല, അതൊക്കെ ഫിക്സഡ് ആയിരിക്കും മിക്കവാറും. ചില സമയത്ത് പ്രൊഡക്ഷൻ കൂടിയാലും പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ ചില വേരിയേഷൻസ് ഉണ്ടെങ്കിലും ചില എക്സ്പെൻസ് ഇപ്പോൾ ഫാക്ടറി റെന്റോ അതിനൊന്നും യാതൊരു ചേഞ്ച്. ചിലപ്പോൾ ഫിക്സഡ് ആയിട്ടിരിക്കുന്നതിനെ ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ദാറ്റ് ചേഞ്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അതായത് ഔട്ട്പുട്ട് കൂടുന്തോറും ചെലവിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. മെറ്റീരിയലിലെ ചില വ്യത്യാസം ഉണ്ടാവും, ലേബർ കോസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, അല്ല മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള എക്സ്പെൻസുകൾ വ്യത്യാസം ഉണ്ടാവും. ഇതിനെയെല്ലാം ചേഞ്ചസ് ചെയ്യുന്ന എക്സ്പെൻസ് ചേഞ്ച് ചെയ്യുന്നതിനെ വേരിയബിൾ കോസ്റ്റ് എന്നും എക്സ്പെൻസ് ചേഞ്ച് ചെയ്യാത്തുള്ള കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. ഇനി സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാല് സെമി വേരിയബിൾ കോസ്റ്റ് ഓർ ദ കോസ്റ്റ് ദാറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് വിത്ത് എ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ആൻഡ് വോളിയം. അതായത് ചില എക്സ്പെൻസിനെ സംബന്ധിച്ച് ഒരു പകുതി കുറച്ച് ചേഞ്ച് ചെയ്യും, കുറച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് നമുക്ക് ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി, റിപ്പയേഴ്സ് ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില എക്സ്പെൻസ് ഫിക്സഡ് ആയിരിക്കും, ചിലപ്പോൾ എക്സ്പെൻസ് ഫിക്സഡ് അല്ലാതെ. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മെഷീനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ നമ്മൾ 10% ഉള്ളതെങ്കിൽ ചിലപ്പോൾ അത് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ റിപ്പയർ ചാർജസ് മെഷീൻ കണ്ടമാനമായിട്ട് ഉപയോഗിക്കുമ്പോൾ റിപ്പയർ ചാർജ് കൂടാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് വരുന്നത്. അത് ചിലപ്പോൾ അത് കുറച്ച് സമയം വരെ ഫിക്സ്ഡ് ആയി, കുറച്ച് കഴിയുമ്പോൾ അത് വേരിയബിൾ ആയി മാറും. അപ്പൊ അതിനെ അപ്പൊ ഒരു ഫിക്സഡും വേരിയബിളുമായിട്ട് മാറുന്നതിനെയാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ ഇൻക്രീസസ്, പ്രൊഡക്ഷൻ കൂടുകയാണ്. അപ്പോ പ്രൊഡക്ഷൻ കൂടുമ്പോ സെയിൽസ്മാന്റെ ജോലിയുടെ വർക്ക് കൂടുകയാണ്. അപ്പൊ വർക്ക് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഓവർ ടൈം എടുക്കേണ്ടി വരും. അപ്പൊ അവന് കൂടുതലായിട്ടുള്ള ചെലവുകൾ കൂടും. അതായത് അവന് സാലറി റെമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഉള്ള എക്സ്പെൻസ്, ഇപ്പൊ അവന് സാലറി ഫിക്സഡ് ആണ്, കൂടാതെ പ്രൊഡക്ഷൻ കൂടുതലനുസരിച്ച് കുറച്ചുകൂടി ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഫിക്സഡ് ആയ സാലറി ചില ചേഞ്ചസ് വരുന്നതിനെയാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിംഗ് എയിം ടു ഡിറ്റർമിൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് മെഷറിംഗ് economic activities in identifiable unit like production, time, weight, measurement or services. അതായത് നമ്മൾ ചില കോസ്റ്റ് യൂണിറ്റുകളായി, അതിന്റെ ചെലവുകൾ ചില യൂണിറ്റുകളായി തിരിക്കപ്പെടും. അതായത് കോസ്റ്റ് യൂണിറ്റ് വേരിയസ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ഇൻക്ലൂഡ് പെർ മീറ്റർ, പവർ കിലോ വാട്ടുകൾ, ഹവേഴ്സ്, ടെലിഫോൺ പെർ കോളർ, iron per ton, transport per passenger per kilometer, bricks per 1000, cement per bag. ഇങ്ങനെ നമ്മൾ ഈ ചെലവുകളെ ഓരോ യൂണിറ്റുകളായി തിരിക്കാം. അതായത് ഓരോ അളക്കുന്ന ഒരു
മെഷറിംഗ് ഒരു പോയിന്റുകൾ എടുക്കും. ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്, കോസ്റ്റ് സെന്റർ ഈസ് എ ലൊക്കേഷൻ, പേഴ്സൺ ഓർ എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ കോസ്റ്റ് കൺട്രോൾ. അതായത് ഒരു സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അതിന്റെ ലൊക്കേഷൻ, അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികള്, അവിടെ എക്യുപ്മെന്റ്സ്, അതിന്റെ കോസ്റ്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അവിടെ, ഇതെല്ലാം ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തെയാണ് കോസ്റ്റ് സെന്റർ. അപ്പൊ അവിടെ കോസ്റ്റ് സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ചില മെറ്റീരിയലിന്റെയും അതിന്റെ കോസ്റ്റ് ലൊക്കേഷൻ, പേഴ്സൺ, എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഫോർ ദി കോസ്റ്റ് കൺട്രോൾ. ഇതുപോലെ നിശ്ചിത സ്ഥലത്ത് വരുമ്പോൾ അതിനെയാണ് കോസ്റ്റ് സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എലിമെന്റ്സ് ഓഫ് കോസ്റ്റ് എടുത്താൽ അതില് മെറ്റീരിയൽ എടുക്കാം. മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മൾ വസ്തു, പ്രൊഡക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. Materials are commodities used as a raw material and component or consumable in manufacturing a product. മെറ്റീരിയൽ എലിമെന്റ്സ് കോസ്റ്റിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് ആർ ദ കമ്മോഡിറ്റീസ് യൂസ്ഡ് ആസ് എ റോ മെറ്റീരിയൽ ആൻഡ് കമ്പോണന്റ് ഓർ ദ കൺസ്യൂമബിൾ ഇൻ മാനുഫാക്ചറിംഗ് പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു, അതിന്റെ അസംസ്കൃത വസ്തുക്കളെയാണ് മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് സച്ച് ആസ് ഷുഗർ കെയിൻ ആൻഡ് ക്ലോത്ത് ആൻഡ് ടയർ ആൻഡ് ഓൾസോ ഇൻക്ലൂഡ് ദ പാക്കേജിംഗ് കോസ്റ്റ്. ഒരു ഡയറക്റ്റ് കോസ്റ്റ് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് indirect materials such as lubricating oil and stationery and spares of pair of machinery and consumed but not included in the final product. ഫൈനൽ പ്രൊഡക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത വസ്തുക്കിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇനി ലേബർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗുഡ്സ് ഡയറക്റ്റ് ലേബർ refers to the workers directly involved in production. ഈ പ്രൊഡക്ഷനെ ഡയറക്റ്റ് ആയിട്ട് the direct labor to refers work directly involved in the production of goods. Production of goods ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഡയറക്റ്റ് ലേബർ എന്നും. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് indirect labor is refers to the work involved task related to the production, office and selling and distribution expense. അതായത് ഇപ്പോൾ ഡയറക്റ്റ് ലേബർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡയറക്ട്ലി ഇൻവോൾവ് ദി പ്രൊഡക്ഷനുമായിട്ട് ഉൽപാദനവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള. ഇൻഡയറക്റ്റ് ലേബർ പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഇതിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ. അതിന്റെ എക്സ്പെൻസ് വരാം. ഡയറക്റ്റ് എക്സ്പെൻസ് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ഓൾസോ നോൺ ദ ചാർജബിൾ ടു എക്സ്പെൻസ് ആർ സ്പെസിഫിക് എക്സ്പെൻസ് ഇൻക്ലൂഡ് ദ സ്പെസിഫിക് പ്രൊഡക്റ്റ്. ഒരു നിശ്ചിത പ്രൊഡക്റ്റിന് വേണ്ടി നേരിട്ടുള്ള ചെലവുകൾ, അതിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷനും നേരിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസിനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി ഓവർഹെഡ്സ് ഉദ്ദേശിക്കുന്നത്, ഓവർഹെഡ് എന്ന് വെച്ചാൽ ചെലവുകളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡയറക്റ്റും ഇൻഡയറക്റ്റുമായ എക്സ്പെൻസ് അല്ലാതെ മറ്റുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉദ്ദേശിക്കുന്നത്. ഈ കൺസെപ്റ്റ് ഓഫ് ഓവർഹെഡ്സ് ഇതിലെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നതിന് മറ്റുള്ള ഈ ചെലവുകളെയൊക്കെയാണ് നമ്മൾ ഓവർഹെഡ്സ്, മറ്റുള്ള ചെലവുകൾ എന്ന് പറയുന്നത്. കൺവേർഷൻ കോസ്റ്റിന് ചില വസ്തുക്കൾ ചിലപ്പോൾ കൺവേർട്ട് ചെയ്ത് വേറെ ഒന്നിലേക്ക് മാറ്റുമ്പോൾ ചെലവുണ്ടാകും. ഇതിനെ കൺവേർഷൻ കോസ്റ്റ്. ഇനി കമ്പോണന്റ് ടോട്ടൽ കോസ്റ്റ്.
കമ്പോണന്റ് എന്തെല്ലാം കമ്പോണൻസ് ടോട്ടൽ കോസ്റ്റിൽ വരും. അതില് നമുക്ക് കോസ്റ്റ് ഷീറ്റ് ഉണ്ട്. പിന്നെ ഈ കോസ്റ്റ് ഷീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഇതിന്റെ കമ്പോണന്റ്, അതായത് കമ്പോണന്റ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ്, ഇങ്ങനെ പല കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് പ്രൈം കോസ്റ്റ്, സെക്കൻഡ് വൺ ഈസ് വർക്ക് കോസ്റ്റ്, ആൻഡ് തേർഡ് വൺ ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ആൻഡ് നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇതിനെയാണ് കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ എക്സ്പെൻസ് സ്റ്റെപ്പായിട്ട് 1 by 1 ആയിട്ട് നമ്മൾ എഴുതി വെക്കും. ഇതിനെയാണ്, അതായത് ആദ്യം നമ്മുടെ പ്രൈം കോസ്റ്റ് കാണും, പിന്നെ വർക്ക് കോസ്റ്റ് കാണും, പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാണും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എടുക്കും, കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഈസ് പ്രോഫിറ്റ് ആയിട്ട് മാറും. ഇനി മെത്തേഡ്സ് കോസ്റ്റിംഗ്, അതിലെ ഫസ്റ്റ് വൺ ഈസ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, the job costing is a method that separate cost for each job or work order. Ideal for industries like printing, car repairs, and foundries, painting, and decoration with unique specifications. ഒരു ജോബ് നിശ്ചിത വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചെലവിനെ ആ ജോബ് കോസ്റ്റ് ചെയ്യുന്നു. അതായത് ഒരു വർക്ക് ഓർഡർ പ്രകാരം നമ്മൾ വർക്ക് ചെയ്യും. ഇപ്പോൾ പ്രിന്റിങ് ഒരു വർക്കാണ്, കാറിന്റെ റിപ്പയേഴ്സ് ഒരു വർക്കാണ്, ഒരു ജോബ് കോസ്റ്റാണ്, ആൻഡ് പെയിന്റിങ് ഒരു വർക്ക് കോസ്റ്റാണ്. അപ്പൊ ഇങ്ങനെ ഒരു നിശ്ചിത വർക്ക് അത് പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ചെലവിനെ നമ്മൾ ജോബ് കോസ്റ്റിംഗ്. ഇനി കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. കോൺട്രാക്ടറും കോൺട്രാക്ടറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് പ്രകാരം ഒരു നിശ്ചിത വർക്ക് ഏറ്റെടുത്ത് ആ വർക്ക് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് അതിനെ കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഒരു നിശ്ചിത എഗ്രിമെന്റ് പ്രകാരം രണ്ട് പാർട്ടീസ് കൂടി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി, എഗ്രിമെന്റ് പ്രകാരം അതിന്റെ എഗ്രിമെന്റ് പ്രകാരം ആ വർക്കിന് ചെലവായിരിക്കുന്ന തുക, അതിന്റെ എത്രയാണോ അവിടെ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന തുക ഈ കോൺട്രാക്ട്. അപ്പോൾ അപ്പോൾ വർക്ക് തീർന്നിരിക്കും. അപ്പോൾ നിശ്ചിത വർക്ക് തീരുന്നതിന് വേണ്ടി രണ്ട് വ്യക്തികൾ കൂടി ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി, ഈ കോൺട്രാക്ട് പ്രകാരം വർക്ക് പൂർത്തീകരിക്കപ്പെട്ടാൽ അതിന്റെ ക്യാഷ് കോൺട്രാക്ട്. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഇനി ബാച്ച് കോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്, batch costing is the costing method used in industries like a pharmaceutical, bakery, and toy manufacturing. അതായത് ബാച്ച് കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബാച്ച് ആയിട്ട്, അതായത് ഒരു നിശ്ചിതമായിട്ട് വസ്തു നമ്മൾ നിർമ്മിക്കപ്പെടുന്നത് അത് സിംഗിൾ യൂണിറ്റ് അല്ല, പലതായിട്ട് നിർമ്മിക്കപ്പെടും. ഇപ്പോൾ ഓരോ ബേക്കറികൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബിസ്ക്കറ്റുകളെല്ലാം ഒരു അച്ചിൽ, ഇങ്ങനെ പല പല അച്ചുകളാണ്, ഒരേ രീതിയിൽ ഒരേ ഫോർമാറ്റിലായിരിക്കും അതിന്റെ പ്രൊഡക്ഷൻ. ഈ പ്രൊഡക്ഷൻ നടക്കുന്നതിന് വെച്ചാൽ നിശ്ചയ ഒരു ബാച്ച് ആയിട്ട് ഒരു ഗുഡ്സ് ഉൽപ്പാദിക്കും. ഒരു സിംഗിൾ യൂണിറ്റ് അല്ല, ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ ഒരു ബാച്ച് ആയിട്ട് ഉൽപ്പാദിക്കും. ഇതിനെയാണ് നമ്മൾ ബാച്ച് കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ബേക്കറി സാധനങ്ങള്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ സാധനങ്ങളൊക്കെയാണ് ഈ ബാച്ച് കോസ്റ്റിംഗിൽ ഉൾപ്പെടുന്നത്. ഇനി യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, യൂണിറ്റ് കോസ്റ്റിംഗ് ഓൾസോ നോൺ ആസ് ദ സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ മെത്തഡ് യൂസ്ഡ് ഫോർ ദി ഇൻഡസ്ട്രീസ് ലൈക്ക് ബ്രിക്ക് മേക്കിംഗ്, മൈനിങ്, സിമെന്റ് ആൻഡ് മാനുഫാക്ചറിങ്, ഡയറി ആൻഡ് ഫ്ലോർ മിൽസ് ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട്. ഒരു യൂണിറ്റുകളാക്കി
തിരിച്ച് അതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയാണ് അതിനെ യൂണിറ്റ് കോസ്റ്റിംഗ്. അതായത് ഒരു നിശ്ചിത യൂണിറ്റ് ഇത്ര ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇത്ര പാക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ളതിനെ നമ്മൾ യൂണിറ്റ്, ഒരു നിശ്ചിതമായ യൂണിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി പ്രൊഡക്ഷൻ വരെയും ആ പ്രൊഡക്ഷന്റെ ചെലവ് എത്രയെന്ന് നിശ്ചയിക്കുകയും ചെയ്യും. അതിനെയാണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോസസ് കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ പല പ്രക്രിയയിൽ കൂടി അല്ലെങ്കിൽ പല സ്റ്റേജസിൽ കൂടി കടന്ന് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് പല പ്രോസസ്സ് കാണും. ഒരു ഫോർ എക്സാമ്പിൾ ഒരു 5 പ്രോസസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് സെക്കൻഡ് പ്രോസസ്സിന്റെ ഇൻപുട്ട് ആകുകയും സെക്കൻഡ് പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് തേർഡ് പ്രോസസ്സിന്റെ ഇൻപുട്ട് ആകുകയും തേർഡ് പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ഫോർത്ത് പ്രോസസ്സിന്റെ ഇൻപുട്ട് ആകുകയും ഏറ്റവും അവസാനം ഫിഫ്ത്ത് ആകുമ്പോൾ അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി മാറും. അപ്പൊ ഇങ്ങനെ ഓരോ പ്രോസസ്സിലും വരുന്ന ചെലവുകൾ എത്രയാണെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. ഈ എസ്റ്റിമേറ്റ് ചെയ്ത് അതിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ ഫൈൻ എല്ലാ പ്രോസസ്സിലും വരുന്ന ചെലവ് 1 by 1 ആയിട്ട് ആഡ് ചെയ്യും. എന്നിട്ടുണ്ട് ടോട്ടൽ കോസ്റ്റ്. ഇങ്ങനെ ഒരു പ്രോസസ് ബേസിസിൽ നമ്മൾ കോസ്റ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റും. The operating costing is a method used for determine the cost of operating services. അത് നമ്മൾ ചില സേവനങ്ങൾ നിർവഹിക്കുന്ന ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ബസ്, റെയിൽവേ, വാട്ടർ സപ്ലൈ, നേഴ്സിംഗ് ഹോംസ്, ഇതെല്ലാം ഒരു ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ. ഇതിനെയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. Multiple costing is a method used to determine cost for multiple components in a product such as motor car, typewriters, television, refrigerators. അതായത് മോട്ടോർ കാറും ടൈപ്പ്റൈറ്റർ, ടെലിവിഷൻ, റെഫ്രിജറേറ്റർ ഒക്കെ ഒരു മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ്. പിന്നെ ചിലത് യൂണിഫോം കോസ്റ്റിംഗ്. യൂണിഫോം കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രൈസും അതിന്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നതും അതിന്റെ ഷേപ്പും എല്ലാം ഒരു യൂണിഫോമിലായി. അപ്പോൾ ഒരു യൂണിഫോമിൽ ഇങ്ങനെ വരുന്ന ചെലവിനെയാണ് നമ്മൾ യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്, പല വ്യത്യസ്ത രീതിയിലുള്ള കോസ്റ്റിംഗ് ഉണ്ട്. അതിലൊന്നാണ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ഓൾസോ നോൺ ആസ് എ വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് വേരിയബിൾ എക്സ്പെൻസ്, ഇതിനെ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയും. ഇനി അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് വരും. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഈസ് എ കോസ്റ്റിംഗ് ടെക്നിക് വെയർ ഫുൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു എ പ്രൊഡക്ഷൻ. അതായത് ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എല്ലാ കോസ്റ്റും കൂടെ ഒന്നിച്ചു വന്നിരിക്കും. ഇതിനെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും അതെല്ലാം കൂടെ കൂടി ഒന്നിച്ചുണ്ടാകുന്ന കോസ്റ്റിനെയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ഇസ് ദ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം വെയർ actual cost ascertained after incurred, unlike the predetermined or standard costs and commonly used for the most organization. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെലവ് എന്താണോ ആ ചെലവിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ള ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ പ്രീഡിറ്റർമിൻ ചെയ്യുക, ഇത്രയും കോസ്റ്റ് ആകി, അപ്പോൾ അതിന് ഇനി അടുത്ത് വരാൻ പോകുന്നതിന് ഇത്ര ചെലവാകാം, ഇങ്ങനെ നിശ്ചയിക്കുന്നതിനാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇസ് എ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം വെയർ predetermined standards are set for the cost under the specific operating conditions.
The standard costing is the cost accounting system where predetermined standards are set for the cost under specific operating conditions. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് is the cost accounting system where predetermined standards are set for the cost. നമ്മൾ പ്രീഡിറ്റർമിൻ ചെയ്യുന്ന കോസ്റ്റ് എത്രയാണ് മുൻകൂട്ടി കണ്ട് ആ കോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നീടുള്ള ഓരോ വസ്തുവിനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെലവെന്ന് കണ്ടുപിടിക്കുക. അതിന് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്. ഇനി റോൾ ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ്, നമ്മൾ സാധാരണ ഫാക്ടറിയിലൊക്കെ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് കാണും. ഈ കോസ്റ്റ് അക്കൗണ്ടിനെ സമയത്തോളം എ കോസ്റ്റ് അക്കൗണ്ട് ഈസ് എ സപ്പോർട്ട് ടോപ്പ് മാനേജ്മെന്റ് റിലേറ്റഡ് ടു ഡിസിഷൻ ബൈ പ്രൊവൈഡിങ് ദ കോസ്റ്റ് റിപ്പോർട്ട്. ഓരോ ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ചെലവ് എത്ര, അത് ഏതെല്ലാം സ്റ്റേജസിലാണ് ചെലവ് വന്നിരിക്കുന്നത്, അതിൽ എന്തുമാത്രം പ്രോഫിറ്റ് കിട്ടാം, ഈ കാര്യങ്ങളെല്ലാം കോസ്റ്റ് അക്കൗണ്ട് അതിന്റെ റിപ്പോർട്ട് മാനേജർക്ക് സമയം. അടുത്തത് ദ ടാസ്ക് ഇൻവോൾവ് ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് കോസ്റ്റ് റെക്കോർഡ്സ് ഫോർ ലീഗൽ കംപ്ലൈൻസ് ആൻഡ് വിച്ച് ഡിഫർ ഫോർ ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്. നിയമപരമായിട്ട് ഗുഡ്സുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉള്ള ചെലവുകൾ, അതിന് ചില ടാസ്കുകൾ വരും. അതാണ് ടാസ്ക് ഇൻവോൾവ് ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് കോസ്റ്റ് റെക്കോർഡ്. അതിന്റെ കോസ്റ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് ലീഗലായിട്ട് വരുമ്പോൾ അതിന് വരുന്ന ടാസ്ക് എന്ന് മാത്രമുള്ള ഇതെല്ലാം മാനേജർക്ക് കോസ്റ്റ് അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യും. ദ മാനേജ്മെന്റ് ഡയറക്ട് ആൻഡ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് to perform the cost control functions based on the cost account report and implement the correct measures. ശരിയായ രീതിയിലുള്ള മെഷേഴ്സിൽ വേണം ഇവിടെ ആ മെഷേഴ്സ് എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം മാനേജ്മെന്റിനെ അറിയിക്കുകയും മാനേജ്മെന്റ് അതിന്റെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എത്രയാന്ന് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുകയും ചെയ്യും. അതിലെ യുവർ പ്രോഗ്രസ് വാട്ട് ഡു മീൻ ബൈ ടൈം കോസ്റ്റ്? കോസ്റ്റ് എന്താന്ന് ചോദിക്കും. കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വസ്തു നിർമ്മിക്കുന്നതിന് ആവശ്യമായ ചെലവിനെ കോസ്റ്റ് എന്ന് പറയും. ഇനി കോസ്റ്റ് കൊണ്ട് ഒരു വസ്തു നിർമ്മിക്കുമ്പോൾ അതിനകത്ത് ചെലവുണ്ടാവാം. ആ കോസ്റ്റ് ചെലവിനെ കൂടുതൽ വിലക്ക് വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവാം. പിന്നെ ആ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എക്സ്പെൻസിനനുസരിച്ച് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ലോസ്. ഈ സെമി വേരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ എക്സ്പെൻസിനെ സമയത്തിലും കുറച്ച് മാറ്റം വരില്ല, പിന്നീട് അത് ചേഞ്ച് വരും. അതിനെയാണ് നമ്മൾ സെമി വേരിയബിൾ എന്ന് പറയുന്നത്. Give the 3 examples of semi variable. അതിനേപോലെ യൂട്ടിലിറ്റീസ് കൊടുത്തത്. യൂട്ടിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തുമാത്രം ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ചേഞ്ചസ് വരും. അതിനെ സെമി വേരിയബിൾ, കുറച്ച് മാറ്റം വരെ, കുറച്ച് ചില ഫ്ലക്ച്വേറ്റ് ചെയ്യപ്പെടും, കൂടുകയോ കുറയുകയോ ചെയ്യും. ഇനി ഫോൺ ബില്ല് കൂടുതലായിട്ട് ഇപ്പോ ബില്ലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ബിൽ ചാർജ് കൂടും, ചിലപ്പോൾ അത് കുറവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫോൺ ബില്ലിന്റെ ചേഞ്ചസിൽ വ്യത്യാസം. മെയിൻ്റനൻസ് റിപ്പയർസ്, ചിലപ്പോൾ മെയിൻ്റനൻസ് റിപ്പയർസ് വളരെ കുറവാവാം, ചിലപ്പോൾ അത് കൂടുതലാണ്. മെഷീൻസ് കൂടുതൽ കേടുവന്നു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റനൻസ് ചിലവ് കൂടും. ഇനി ഡയറക്റ്റ്, ഞാൻ ഉദ്ദേശിച്ചു ഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്തായിരിക്കും? ഡയറക്റ്റ് ഒരു ഗുഡ്സ് നിർമ്മിക്കുന്ന നേരിട്ടുള്ള ചെലവും, ഇൻഡയറക്റ്റ് അത് നിർമ്മിച്ച് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ചെലവിന് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇപ്പൊ നമ്മൾ അതിനകത്ത് ഡിഫൈൻ ദ കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ഉണ്ട്, പെർ ബാച്ച് ഉണ്ട്. പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ ഗുഡ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായ, അതായത്
The manufacturing the cost units, the cost is associated with the producing one unit of production. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാർ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അതിനെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയും. അപ്പൊ ഓരോ കാറും നിർമ്മിക്കുമ്പോൾ അതിന്റെ ചെലവ് എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ ഒരു യൂണിറ്റിൽ വരുന്ന കോസ്റ്റ്, അതിനെ യൂണിറ്റുകളെ തിരിച്ചാൽ അതിന് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയും. പെർ ബാച്ച് എന്നൊരു ബാച്ചായിട്ട് ഗുഡ്സുകൾ നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവിനാണ് ബാച്ച് കോസ്റ്റ്. പെർ അവർ എന്ന് വെച്ചാൽ ഇത്ര മണിക്കൂർ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന് പെർ അവർ. ഇതെല്ലാം യൂണിറ്റുകളാണ്. പെർ പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ചെലവിന് പെർ പ്രോജക്റ്റ്. പെർ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ചെലവിന് ആണ് പെർ ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ കോസ്റ്റ് സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗുഡ്സുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും മറ്റുള്ള മെറ്റീരിയലും ലേബറും അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റു ചെലവും എല്ലാം ഒരു നിശ്ചിത സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ അതിനെ കോസ്റ്റ് സെന്റർ. പിന്നെ ഡിസിഷൻ ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് നേരിട്ടുള്ള ചെലവ്, ഇൻഡയറക്റ്റ് ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നീട് വരുന്ന ചെലവ് വേണ്ടി നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയും. ഇപ്പൊ ഇതിനകത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിനെ നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയും. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി റിലേറ്റഡ് എക്സ്പെൻസ്. അതിന് ഓപ്പണിംഗ് സ്റ്റോക്ക്, വർക്ക് ഇൻ പ്രോഗ്രസ്, അതേ ക്ലോസിംഗ് സ്റ്റോക്ക്, വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ്. ഈ വർക്ക് കോസ്റ്റിനോട് കൂടി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. സെയിൽസും കോസ്റ്റ് ഓഫ് സെയിൽസും തമ്മിലുള്ള വ്യത്യാസത്തെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന്. ഇമ്പോർട്ടൻസ് ഓഫ് സെലക്ടിങ് സൂട്ടബിൾ കോസ്റ്റ് സെന്റർ എന്ന് പറയും. അപ്പൊ അതില് ഫസ്റ്റ് സെലക്ടിങ് എ സൂട്ടബിൾ കോസ്റ്റ് സെന്റർ. വളരെ സൂട്ടബിൾ ആയിട്ട് നമ്മൾ ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് മെറ്റീരിയലും ലേബറും മറ്റുള്ള എക്സ്പെൻസും ഒക്കെ ഒരു കിട്ടുന്ന രീതിയിൽ, അവൈലബിൾ ആവുന്ന രീതിയിൽ വേണം ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ സൂട്ടബിൾ കോസ്റ്റ് സെന്റേഴ്സ്. കോസ്റ്റ് അലോക്കേഷൻ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് അതിന്റെ എക്സ്പെൻസിനെ നമ്മൾ മാറ്റിയെടുക്കുന്നതിനാണ് കോസ്റ്റ് അലോക്കേഷൻ. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഓരോ ഫാക്ടറിക്കും അല്ലെങ്കിൽ മറ്റുള്ള മാനുഫാക്ചറിങ് യൂണിറ്റിനും ഓരോ സമയങ്ങളില് നമ്മൾ ഇത്ര ചെലവ് വരാൻ മുൻകൂട്ടി കണ്ട് ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നതിനെയാണ് ബഡ്ജറ്റിംഗ് ഉള്ളത്. ഇനി പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് വെച്ചാല് ഇവാലുവേഷൻ വ്യത്യസ്തമായി. ഇവാലുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി കണ്ട് ഓരോന്നിന്റെയും മൂല്യം നിർണ്ണയം ചെയ്യും. അതിന്റെ എങ്ങനെയാണ് പ്രൊഡക്ഷന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിന്റെ മറ്റുള്ള എക്സ്പെൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. അതിന്റെ വാല്യൂ നമ്മൾ പുനർനിർണ്ണയം ചെയ്യുന്ന ഇവാലുവേഷൻ എന്ന് പറയും. അത് പെർഫോമൻസ് ഓഫ് ഇവാലുവേഷൻ. ഡിസിഷൻ മേക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഗുഡ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലോ അതിന്റെ ക്വാളിറ്റി കൂട്ടുന്നതിനൊക്കെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, അതിനെ ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് റിസോഴ്സസ് അലോക്കേഷൻ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കും
അതിന്റെ പ്രൊപ്പോർഷണൽ ബേസിസിൽ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ബേസിസിൽ അതിന്റെ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നതിനാണ് റിസോഴ്സസ് അലോക്കേഷൻ. ആൻഡ് പ്രോഫിറ്റബിലിറ്റി അനലൈസിസ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷത്തെ പ്രോഫിറ്റോ അല്ലെങ്കിൽ ഓരോ മന്ത്ലി പ്രോഫിറ്റോ അല്ലെങ്കിൽ വീക്ക്ലി പ്രോഫിറ്റോ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി അനലൈസിസ്. പിന്നെ ഈ കോസ്റ്റ് കൺട്രോൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ നമുക്ക് വരുന്ന ചെലവുകളെല്ലാം നിയന്ത്രണീന്നോ, അതായത് കൂടുതൽ ചെലവ് വരാതെ മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, മാക്സിമൈസ് പ്രൊഡക്ഷൻ, അതിനെയാണ് കോസ്റ്റ് കൺട്രോൾ. നമ്മൾ ദ ഫോളോയിങ് ഫിഗേഴ്സ് ആർ റിലേറ്റഡ് ടു റൈസിംഗ് സ്റ്റാർ, അതായത് വേജസ്. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ കോസ്റ്റ് ഷീറ്റ് കൊടുത്താൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്കോ റോ മെറ്റീരിയൽ, അതായത് റോ മെറ്റീരിയൽ എടുക്കും, ഓപ്പണിംഗ് സ്റ്റോക്കോ റോ മെറ്റീരിയലിലൂടെ പർച്ചേസോ റോ മെറ്റീരിയൽ ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്കോ മെറ്റീരിയൽ ലെസ് ചെയ്തുമ്പോൾ നമ്മൾ മെറ്റീരിയൽ കൺസ്യൂംഡ്. ഇതിന്റെ കൂടെ ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റിനോട് കൂടിയിട്ട് ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്തിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കോ വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്കോ വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ പ്രൈം കോസ്റ്റിനോടുകൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ വർക്ക് കോസ്റ്റ്. ഈ വർക്ക് കോസ്റ്റിനോട് കൂടിയിട്ട് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുന്നു, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള എക്സ്പെൻസ് ആഡ് ചെയ്തിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കോ ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്കോ ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്ത് കഴിയുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടിയിട്ട് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യും. ഈ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്തിട്ട് അതിനോട് ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്ത് കഴിയുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോട് കൂടിയിട്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസും തമ്മിലുള്ള വ്യത്യാസം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് ഷീറ്റിന്റെ ഫോം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കോ റോ മെറ്റീരിയൽ, അതിനോട് പർച്ചേസ് റോ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്കോ റോ മെറ്റീരിയൽ ലെസ് ചെയ്ത് കിട്ടുമ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡ്. ഈ മെറ്റീരിയൽ കൺസ്യൂമിനോട് കൂടി ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്തിട്ട് ആ ഓപ്പണിംഗ് സ്റ്റോക്കോ വർക്കിംഗ് പ്രോഗ്രസ് അതിനോട് ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്കോ വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്ത ഫിഗർ നമ്മൾ പ്രൈം കോസ്റ്റ് കൊണ്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ വർക്ക് കോസ്റ്റ്. ഈ വർക്ക് കോസ്റ്റിനോട് കൂടിയിട്ട് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്തു, ഓഫീസുമായിട്ട് റിലേറ്റഡ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു. ഈ അതിന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്ത് കഴിയുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടിയിട്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, അതിന്റെ ഇപ്പോൾ സെല്ലിംഗ് ചെയ്യുന്നതിന് കമ്മീഷൻ, അഡ്വർടൈസ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള വ്യത്യാസം ഒന്നുമല്ലേ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇപ്പോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫോർ എക്സാമ്പിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഒരു 150 എങ്കിൽ അത് വിൽക്ക് സെയിൽസ് എന്ന് പറയുന്നത് ഒരു 200 എങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത്സ്, അതായത് സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്നുമല്ലേ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇതാണ് എന്റെ കോസ്റ്റ് ഷീറ്റിന്റെ മോഡൽസ്.
Multiple choice of questions under which cost is considered to represent to the additional cost incurred when producing one more product. അതിൽ ഏറ്റവും ശരി additional cost വരുന്നതാണ് variable cost എന്ന് ഉദ്ദേശിക്കുന്നത്. Which cost is a method assigned the same cost per unit? All unit produced regardless of the actual cost difference between the products. ഇതിന്റെ ആൻസർ വരുന്നത് പ്രോസസ് കോസ്റ്റിംഗ്. ഈ പ്രോസസ് കോസ്റ്റിംഗ് പല പ്രോസസ്സിൽ കൂടി കടന്നാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാകുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ്, വാട്ട് ആർ ദ പ്രൈമറി അഡ്വാൻറ്റേജ് യൂസിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ട് വരുന്ന ആൻസർ എൻകറേജ് ദ എഫിഷ്യന്റ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ കോസ്റ്റ്, വേണ്ട വിധത്തിൽ ഉപയോഗിക്കും. വിച്ച് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ഫോക്കസ്ഡ് capturing the cost of produce, and the answer is standard cost. Element cost that include the expense such as rent, liability or utilities, depreciation that are include the support of production, would answer overhead cost. Which of the following is the example of direct cost? അതിനകത്ത് നമ്മൾ raw materials direct cost. Which type of cost center is responsible for producing goods? And the answer production cost center. Research and development department pharmaceutical company. അതിനകത്ത് ആൻസർ നമ്മൾ സർവീസ് കോസ്റ്റ് സെന്റർ. Which type of cost incurred to support? അതിൽ നമുക്ക് indirect cost. Which type of cost changes with the production? അവിടെ semi variable costs. Prime cost is a consist of which two kinds of component. Would answer where the direct material costs. What is the term for cost associated with a specific product? Answer direct cost. Over cost is a composed type of cost. അതിനെ indirect material cost എന്ന് പറയും. In manufacturing company, the typical cost unit for allocating production costs. അത് നമ്മൾ ഓരോ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ് പെർ യൂണിറ്റ്. Today, finish the class. Goodbye.